കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിന്റെ രക്തസാക്ഷികളിൽ ഒരാളാണ് മാപ്രാളം സ്വദേശി ഫിലോമിന. 34 ലക്ഷം രൂപ കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച ഫിലോമിന ഗുരുതരമായ രോഗം ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ചികിത്സയ്ക്കായി കുറച്ച് തുക ആവശ്യപ്പെട്ടെങ്കിലും അത് കിട്ടിയില്ല. ബാങ്ക് കൊടുത്തില്ല. ശരിയായ ചികിത്സ ലഭിക്കാതെ ഫിലോമിന മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഫിലോമിനയുടെ മൃതദേഹവുമായി കരുവന്നൂർ ബാങ്കിന് മുന്നിൽ സമരം നടത്തിയ ശേഷമാണ് പിന്നീട് പണം ആ കുടുംബത്തിന് ബാങ്ക് തിരികെ നൽകിയത്. ഫിലോമിനയുടെ ഭർത്താവ് ദേവസിയുടെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ കുറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ അവർ പറഞ്ഞു. അതിന് എൻ്റെ പൈസ ഉണ്ടായില്ല. അപ്പോഴാണ് ഞാൻ കരുവന്നൂർ സൊസൈറ്റി പോയിട്ട് പൈസ ചോദിച്ചത്. അപ്പോൾ അവർ ഈ ഫുട്പാത്ത് ഷാപ്പ് ആൾക്കാരോട് സംസാരിക്കുന്ന ഡെറ്റി ലാംഗ്വേജിലാണ് എന്നോട് സംസാരിക്കും. 30 ലക്ഷം ഫിക്സ്ഡ് ഡിപ്പോസിറ്റും 3 ലക്ഷം റോളിംഗ് എൻ്റെ മകൻ്റെ എല്ലാവരും കൂടി ഉണ്ട്. MM വർഗീസ്, NK കണ്ണൻ, CK ചന്ദ്രൻ, അങ്ങനെയുള്ള ഇതിൽ താഴെ ഉള്ള ലീഡർമാരുടെ ഒക്കെ പോയി എല്ലാവരും പോയി കണ്ടു. ഈ MM വർഗീസ് മാത്രം കുറച്ച് മാനമര്യാദ എന്നോട് പെരുമാറി. പൈസ ഇല്ല, ഉണ്ടാകുമ്പോൾ തരാം. അത്ര ഒരു എൻ്റെ പൈസ ഇട്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോഴാണ് ഇത്തരം വർത്തമാനങ്ങൾ പറയുന്നത്. ജെയ്സൺ ചാമുളപ്പിൽ നമുക്കൊപ്പം ചേരുകയാണ്. ഗുഡ് ഈവനിങ് ജെയ്സൺ ചാമുളപ്പിൽ. കരുവന്നൂരിൽ ചോര വീണ മണ്ണാണ്. ആ പണമെന്ന് പറയുന്നത് 6 ജീവനുകളുടെ ഒരു ഉയിരെടുത്ത പണമാണ്. ഈ കേസിൽ ഇപ്പോഴും തീർപ്പാകാതെ മുന്നോട്ട് പോകുമ്പോൾ തട്ടിപ്പിന്റെ ഇരകളായി ജീവിക്കുന്നവർ എന്താണ് പറയുന്നത് ജെയ്സൺ? സുജിയ, ഒരുപക്ഷെ കേരളത്തിൻ്റെ ഏറ്റവും വിശ്വാസ്യത മേഖലയായ സഹകരണ മേഖലയെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിച്ച CPM പോലൊരു പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെയെല്ലാം സംശയത്തിൻ്റെ മുൾമുനയിലേക്ക് കൊണ്ടെത്തിച്ച വലിയ പ്രതിസന്ധി നേരിട്ട ഒരു സംഭവമായിരുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്. 2021 ജൂലൈ മാസത്തിലാണ് വർഷങ്ങൾ നീണ്ട തട്ടിപ്പിൻ്റെ ആദ്യ കഥ പുറത്തു വരുന്നത്. നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ സുരേഷാണ് ഇത് ആദ്യമായി പരാതി നൽകുന്നത്. സുരേഷ് ആ സ്ഥാപനത്തിൽ നടക്കുന്ന തട്ടിപ്പുകൾ നേരിട്ട് കാണുകയും അതിൽ അസ്വസ്ഥനാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അയാൾ പരാതിയുമായി പോകുന്നത്. പിന്നീട് നടന്നതെല്ലാം ചരിത്രമാണ്. പക്ഷേ ഇപ്പോഴും കോടിക്കണക്കിന് രൂപ ലഭിക്കാതെ ഇപ്പോഴും നിക്ഷേപകർ വിവിധ ഇടങ്ങളിലുണ്ട്. ഈ നിരവധി നിക്ഷേപകർ ഇപ്പോഴും പണം ലഭിക്കാത്തതുകൊണ്ട് ഇടയ്ക്ക് കിട്ടുന്ന പലിശ മാത്രമാണ് ഏക ആശ്വാസമായി. ഇപ്പോൾ നാം ഇതിന് ശേഷം ഈ രണ്ടുപേരുടെ പ്രതികരണം എടുത്ത് ഒരു കടയിൽ ചായ കഴിക്കാത്തപ്പോൾ ഞങ്ങൾ ചോദിച്ചു എങ്ങനെയുണ്ട് കരുവന്നൂർ. അവർക്ക് പോലും പൈസ, അവരെല്ലാവരും പൈസ നിക്ഷേപിച്ചവരാണ്, അവർക്ക് ഇപ്പോഴും പൈസ തിരിച്ചു കിട്ടുന്നില്ല എന്ന വലിയ പരാതിയുണ്ട്. ഏകദേശം 400 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. പക്ഷേ പോലീസിൻ്റെ അന്വേഷണത്തിൽ, ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണത്തിൽ 168 കോടി രൂപയുടെ മാത്രമാണ് തട്ടിപ്പ് നടന്നതെന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് ഈ കേസ് ഏറ്റെടുത്തോ അന്ന് മുതൽ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം സമ്പൂർണ്ണമായി നിലയ്ക്ക് ഇനി തങ്ങൾക്ക് അന്വേഷിക്കേണ്ടതില്ല എന്ന നിലപാട് പോലീസ് കണക്കിന് കൊടുത്തത്. ജെയ്സൺ, നമ്മൾ കണ്ടല്ലോ കോടതിയിൽ ഇന്ന് നടന്നത്. 4 വർഷമായി, എന്നിട്ടും ഈ അന്വേഷണം എന്തുകൊണ്ട് പൂർത്തിയാക്കുന്നില്ല എന്ന ചോദ്യമാണ് കോടതി പറഞ്ഞത്. ED രേഖ കൊണ്ടുപോയി എന്ന വാദമൊക്കെ കോടതി കണക്കിലെടുക്കുമോ? ക്രൈംബ്രാഞ്ചിന് കൃത്യമായ മറുപടി പറയേണ്ടി വരില്ലേ? EDയുടെ 2ാമത്തെ കുറ്റപത്രം, അതായത് അന്തിമ കുറ്റപത്രവും ഉടൻ തന്നെ സമർപ്പിക്കാൻ പോവുകയാണ്. കരുവന്നൂരിലെ ആ പാവങ്ങൾക്ക് നീതി ഉറപ്പാക്കുന്നതുവരെ ഈ വാർത്തയ്ക്കൊപ്പം നമ്മൾ ഉണ്ടാകും. അവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ പോരാട്ടം. ഫൈറ്റ് ഫോർ ജസ്റ്റിസ്.